വിജയ് ചേട്ടൻ പറഞ്ഞ സെറ്റിലെ ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ടുള്ള വ്യക്തി വിനായകൻ ചേട്ടനാണ്. നമുക്ക് എല്ലാവർക്കും കൊള്ളാം. കാരണം അറിയാൻ പറ്റില്ല. ആ പുള്ളിയോട് കാരണം പറയണേ സന്തോഷം കൊണ്ട് വിജയ് ചേട്ടൻ ചോദിച്ചു ആരാണ് പുള്ളിന് ഇത്ര ഹാപ്പി ആക്കി, എനിക്ക് അവനെ കാണേണ്ടത്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ ഇവിടെ ഒന്നും ഞങ്ങൾ വേറെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നോണ്ട് ഇത് ശ്രദ്ധിക്കുന്നു. ഇത് ഡ്രാഗൺ പൈലി ശരി വാ. ഫുൾ ഫോം എന്താ? വിനായകൻ തറ കുട്ടപ്പം മുതൽ വിനായകൻ. People call me പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാൻ ഈ നിലയിലെത്തിയില്ലേ. ടിക്കറ്റ് പണി തരാൻ സോമാൻ എല്ലാ പടത്തിലും വരും. ആദ്യമായിട്ടാണ് ഒരു പടത്തിന് ഇന്റർവ്യൂക്ക് എല്ലാവരും എനിക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷം. അതെ കെട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ തമാശ കേട്ടോ. നമ്മളോടൊന്നും തോന്നല്ലേ? ഒന്നും കാര്യമായിട്ട് എടുക്കരുത്. എന്തോർന്നോ അത് തന്നെയായിരുന്നു അടിച്ച് സ്ത്രീയിലെ ക്യാരക്ടേഴ്സ് എല്ലാം. അത് മനസ്സിലായി. പിന്നെ അത് എന്നോട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നു. അയ്യോ എന്താണ്ട് മറന്നല്ല. This is my entertainment. Inji, my meal partner. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയില് ഷാജി പാപ്പനും പിള്ളാരും ആണ് വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ആദ്യമായിട്ടാണ് ഷാജി പാപ്പൻ അങ്ങനെ നമ്മുടെ ചാനലിൽ എത്തിയിരിക്കുന്നത്. എന്റെ ഇടവും വലം ഇത് ഡ്രാഗൺ പൈലി. ഷാജിപ്പാപ്പന്റെ പിള്ളേരും ഡൂഡിന്റെ പിള്ളേരും ഉണ്ട്. കൊറേ പേരുകളുള്ളതുകൊണ്ട് എന്റെ മെയിൻ പേരെന്നാലും ഓർത്തിരിക്കുന്നത് നല്ലതായിരുന്നു. ഫുൾ ഫോം എന്താ? വിനായകൻ തറ കുട്ടപ്പം മുതൽ വിനായകൻ. അപ്പൊ എന്റെ റൈറ്റും ലെഫ്റ്റ് ഒക്കെ ഷാജി പാപ്പനും ഇവിടെ ഡ്യൂട്ടി ഇരിപ്പുണ്ട്. ആൻഡ് വെൽക്കം ടു ദ ഷോ. അപ്പൊ എല്ലാവരും നല്ലൊരു കൈ അടിച്ചാൽ നമുക്ക് തുടങ്ങാം. ഞാൻ അടിക്കാറില്ല. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടല്ലേ ഞങ്ങളുടെ ചാനലിന്റെ പേര് ഷാജി പാപ്പൻ എന്നാണ്. ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത് പാപ്പൻ എന്നാണ്. അത് ഞങ്ങൾ ഫ്രണ്ട്സ് ആയപ്പോ തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ കെട്ടിക്കഴിഞ്ഞിട്ട് മാറ്റിയിട്ടില്ല. ഞങ്ങളുടെ കല്യാണം ഷാജി പാപ്പന്റെ കല്യാണം എന്നൊക്കെ ആയിരുന്നു. ഷാജി പാപ്പനെ വിളിച്ചിരുന്നു, പക്ഷെ വന്നില്ല കല്യാണത്തിന്. അത് 5 മിനിറ്റ് മുമ്പ് മെസ്സേജ് വന്ന് വരണം എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഷാജി പാപ്പൻ ഞാൻ ഡ്യൂഡിയിൽ പിള്ളേരെല്ലാരും സെറ്റ് ആണ്. അപ്പൊ എന്താണ് ആട് 3? ആരാ പറയണേ? ആർക്കും പറയാലോ. ആർക്കും പറയാം. പിന്നെ കെന്ന തന്നെ പറയും. തന്നെ പറയാം. ആട് 1ഉം 2ഉം കണ്ടതല്ലേ. പിന്നെ ആട് 3നെ കുറിച്ച് എന്താ പറഞ്ഞാല് പ്രശ്നം. ഷാജി പാപ്പനും പിള്ളേരും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പൈസന്മാരായി 10 വർഷമായില്ലേ. പക്ഷെ തമിഴ്നാട്ടിൽ കണ്ട് ഇപ്പോഴും എങ്ങല്ലേ എന്ന് ആഗ്രഹമാണ് അതൊക്കെ. ആട് 3 ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. ട്രെയിലർ ആട് 3ല് ആട് 2 എന്തായിരുന്നു അത് തന്നെയായിരുന്നു അടിച്ച് 3ലെ ക്യാരക്ടേഴ്സ് എല്ലാം. അത് മനസ്സിലായി. പിന്നെ അത് എന്നോട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നു. ആട് 3 ആട് 1 എനിക്കാ പേടിയോ? സ്വയം പറഞ്ഞായിരിക്കും ചേട്ടാ. സ്വന്തമായിട്ട് പറഞ്ഞതാ. പേടിക്കണ്ട. സ്വന്തമായിട്ട് പറഞ്ഞാൽ മതി, പേടിക്കണ്ടെന്ന്. ആട് 1 ആട് 2 ആട് 3 ചിലപ്പോ 4ഉം 5ഉം ഒക്കെ വരെയിരിക്കാം. ഓക്കെ, അപ്പൊ അതിലെ ക്യാരക്ടേഴ്സ് ആട് 3യിലുള്ളത്. പിന്നെ അതില് വിഷ്വല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്താ സിറ്റുവേഷൻ. അത് പിന്നെ റിലീസിന് മുമ്പ് ഇറങ്ങാനുള്ളതാണോ?
റീൽസിന് മുമ്പ് അത് പറയുന്നത് അല്ലേ? ആ, അതെ. അതുകൊണ്ട് അപ്പൊ അടുത്ത് 1 ഉം 2 ഉം തന്നെയാണ് അടുത്ത 3-ലുള്ള ആൾക്കാരെല്ലാവരും. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറെ അല്ല ഈ പ്രാവശ്യം ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് അല്ലല്ലോ. അതെ, അതെ. വേറെ വേറെ കുറെ ആൾക്കാരും കൂടി ഉണ്ട്. അതൊക്കെ പടം കഴിഞ്ഞിട്ട് അന്നെങ്കിലും വരെ അത് നിക്കണ്ടേ? ആ, അതെ, അതെ. അതുകൊണ്ടാണ് പിന്നെ അതിന്റെ ഇടയിൽ കണ്ണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ട് ഞാൻ കാണിക്കാറില്ല. എന്തിനാണ് ചോദിച്ചു വരുന്നത്? പാവട. എനിക്കത് എന്നെ തന്നെ കാണുന്നു. അല്ല മോളുടെ കണ്ണിട്ടായിരിക്കും കണ്ണ് വെക്കാതിരിക്കാൻ വേണ്ടി സത്യമായിട്ട് അത് തന്നെ. മാലിട്ടത് ഞാൻ മാറ്റിയതാ, അതുകൊണ്ടാ കണ്ണ് കഴിച്ചത്. ഓക്കെ, അപ്പൊ സുന്ദരനായിട്ടുണ്ട്. ഞാൻ ഭയങ്കര സുന്ദരനാന്ന് എനിക്കറിയാം, നിങ്ങൾ പറയാതെ അല്ലേ? ദിനാകരനെ പറയുമ്പോഴേ ഒന്നുമില്ല. ഫസ്റ്റും ടൂവിനെയും സംബന്ധിച്ച് 2-3 പ്രത്യേകതയുള്ളത്. ഒന്ന്, പടത്തിന്റെ വലിപ്പം നല്ല രീതിയിൽ ഒന്ന് മാറിയിട്ടുണ്ട്, അത് വലിയൊരു കാര്യമാണ്. രണ്ടാമത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു കാര്യം. ആ ടൈം ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ പടത്തിൽ 2-ലും പരീക്ഷിക്കാത്തൊരു കാര്യമാണ് തേർഡിലേക്ക് വന്നപ്പോൾ ഉള്ളത്. പിന്നെ ചില സീൻസുകൾ അത് തമ്മിൽ ചില കൂട്ടിമുട്ടലുകൾ ഫസ്റ്റിലും സെക്കൻഡിലും ഉണ്ടായിട്ടില്ല, അത് തേർഡിലുണ്ട്. അതെന്താണെന്നുള്ളത് സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും, എന്താണ് ആ കൂട്ടിമുട്ടലുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കുറേ മറ്റേ ഫസ്റ്റിനും സെക്കൻഡിനെ സംബന്ധിച്ച് എല്ലാ രീതിയിലും പടം ഒന്ന് വലിയ വലിപ്പത്തിലേക്ക് ആയിട്ടുണ്ട്, വലിയ പടമായിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ടല്ലേ ഇത്തിരി സുന്ദരനായിട്ടുണ്ട്. ഫാമിലി മെമ്പറും കൂടിയാണ് ഷൈജു ചേട്ടൻ. അറിയില്ല, എനിക്കറിയില്ല. വണ്ടി കൊടുത്ത അടി ആകെ തിരിഞ്ഞു പോകാനുള്ള ധർമ്മം വാങ്ങാൻ വന്ന ആൾക്കാര് ധർമ്മം വാങ്ങിയിട്ടല്ലേ പോകുള്ളൂ. കാരണം ചേട്ടൻ ഗ്യാങ് ആയിട്ടുള്ള അതൊക്കെ ഭയങ്കര ഇപ്പം നിങ്ങളുടെ ട്രെയിലർ ഇറങ്ങുമ്പോൾ ഓരോ ക്യാരക്ടറിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ കൂടുതലാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ടൈം ട്രാവലിലൂടെ ആർക്കലബ് എങ്ങനെയുണ്ടായി? ഈ ടൈം ട്രാവലിന്റെ കാര്യം ആക്ച്വലി ഞാനത് നേരത്തെ പടമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ അബദ്ധവശാൽ എന്നോട് ഇങ്ങനെ നിർബന്ധിച്ച് മീഡിയ ചോദിച്ചപ്പോ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറയണമെന്ന് ഓർത്ത് അബദ്ധത്തില് എവിടുന്നോ കേട്ടൊരു സാധനം ഞാൻ ടൈം ട്രാവൽ എന്ന് പറഞ്ഞു. അപ്പം ഇത് സ്ട്രീം ചെയ്തപ്പോഴത്തേക്കും വിജയബാബുവും മിഥുനും കൂടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളോട് ആരാണ് ഈ വേണ്ടാത്തൊക്കെ പറയാൻ പറഞ്ഞത്, ടൈം ട്രാവൽ ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ ഞാനോട് ടൈം ട്രാവൽ ഇല്ലെന്ന്. ഇത് അഭിനയിക്കുന്ന സമയത്തും എന്റെ മുമ്പിൽ ടൈം ട്രാവൽ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ജയം പറഞ്ഞപ്പോ വീണ്ടും ഞാൻ കൺഫ്യൂസ്ഡ് ആകണം. അപ്പൊ ടൈം ട്രാവൽ ഉണ്ടല്ലേ? അപ്പൊ ഇത് ടൈം ട്രാവൽ ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പായിട്ടില്ല. അഭിനയിച്ച് ഷൂട്ടിങ് കഴിഞ്ഞ് പടം റിലീസ് ആവാറായി. അപ്പൊ ടൈം ട്രാവൽ ഉണ്ടാവാം, ഇല്ലാതാവാം. പക്ഷെ എന്തായാലും ഇനിയിപ്പം എന്റെ ഏതെങ്കിലും സീൻസിൽ ഞാൻ അറിയാണ്ട് ടൈം ട്രാവലായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനുള്ള ടൈം ട്രാവലിന്റെ എക്സ്പ്രഷൻ ഒന്നും കൊടുത്തിട്ടില്ല, സംഭവിക്കാം. അപ്പൊ എന്തായാലും എല്ലാ ക്യാരക്ടേഴ്സും പ്രസന്റ് ടൈം ലൈനും പിന്നെ അതേപോലെ തന്നെ ഈ ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്ന ആക്ടേഴ്സ് തന്നെയാണ് വേറൊരു പാസ്റ്റ് ടൈം ലൈനിൽ അഭിനയിക്കുന്നത്. അല്ല, അതാണ് കവി ഉദ്ദേശിച്ചത് കേട്ടോ. അതെ, അതാണ് ആ ഒരു രീതിയിൽ കണ്ടിട്ട് പറഞ്ഞതാ മറ്റേത്. വളരെ സന്തോഷമല്ലേ, നമ്മള് കൊറേ കൊല്ലോട്ടി ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരുമിച്ച് മൂവ് പിന്നെയും ഞങ്ങള് മൂവ് ചെയ്യും. അല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞോളൂ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പടത്തിന് ഇന്റർവ്യൂക്ക് എല്ലാവരും കൂടി. എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അതെ, കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ തമാശ കേട്ടോ, ഒന്നും കാര്യമായിട്ട് എടുക്കരുത്. ട്രെയിലർ നമ്മൾ കാണുമ്പോഴത്തേക്ക് തുടക്കത്തിലുള്ള ഒരു 10-15 സെക്കൻഡ് നമുക്ക് എന്തോ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പീരിയഡ് ഫിലിമിന്റെ ഒരു ഫീല് കൊടുക്കുന്നുണ്ട്. അവിടെ ഷാജി പാപ്പന്റെ മറ്റേ ടൈം ലൈനിലെ ക്യാരക്ടർ വന്നിട്ട് ഉറുമി വീശുകയും ഇത് വന്ന് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുതുകത്ത് വീഴുകയും സംഭവിക്കുമ്പോഴാണ് ആ സാധനം കിട്ടുന്നത്. അടുത്ത ഷോട്ടില് നേരെ ഡ്യൂഡിന്റെ ആ കഥാപാത്രത്തിന്റെ അത് മതി ഇനി ഇത് പിടി എന്നുള്ള സാധനം വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഏത് ടൈം ലൈൻ ആണെങ്കിലും
ആട് 3 എന്നാണ് ഇതിന്റെ പേര്. അപ്പം അവിടെ മണ്ടന്മാര് അവിടെ മണ്ടന്മാര് തന്നെയാണ് ഉള്ളത്. ഇവിടുത്തെ മണ്ടന്മാര് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഒരു ഹോൾസം എന്റർടൈനർ ആണ്. ആട് 1ഉം ആട് 2 നിങ്ങൾ എങ്ങനെ ഓരോ സീനും ആസ്വദിച്ച് കണ്ടു, അതുപോലെ തന്നെയാണ് ആട് 3യിലും അതേ സെയിം ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഓൺലി തിങ് കുറച്ച് പാസ്റ്റ് ടൈം ലൈനിലാണ്, കുറച്ച് പ്രസന്റ് ടൈം ലൈനിലാണ്. പക്ഷെ എല്ലാ സീൻസിലും പ്രാവശ്യങ്ങളും ചിരിക്കും. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് തന്നെ കൊടുത്തു. ഇനി നമ്മുടെ ഡ്യൂഡിന്റെ ഈ സൈഡിൽ നിന്ന് ഒരാള് അല്ലേ, അല്ലെങ്കിൽ ഡ്യൂഡിന്റെ ഇവരാരും എന്റെ ഗ്യാങ് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂല് അങ്ങനെ തിരിച്ചയക്കുന്നുണ്ടോ, എളുപ്പമാണല്ലോ. ധർമ്മേൻ ചേട്ടാ ധർമ്മേൻ ചേട്ടൻ പറഞ്ഞു 10 വർഷമായി ആടൊക്കെ ഇറങ്ങിയതിന് ശേഷം. പക്ഷെ ധർമ്മേൻ ചേട്ടൻ അപ്പിളിപ്പോഴും കാണാൻ ഒരേപോലെ ഇരിക്കുന്നു. അതെ. അപ്പൊ ആട് 3യിലേക്ക് വരുമ്പോ എന്താണ്, മണ്ടത്തരങ്ങളൊക്കെ കുറഞ്ഞോ? ഉണ്ടാവൂല. ഈ സിനിമയില് മണ്ടത്തരം ഇല്ലാത്ത ഒരാളായിട്ട് ഞങ്ങളുടെ ഡയറക്ടർ മാത്രമേ ഉള്ളൂ. മണ്ടനായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ പുള്ളി മണ്ടനല്ലെന്ന് എല്ലാവർക്കും അറിയാം. മണ്ടത്തരത്തിന്റെ ഒരു ഉത്തരങ്ങാണ് പുള്ളി ഷമീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞങ്ങളൊക്കെ പഴയ പോലത്തെ തന്നെ കോമഡികളൊക്കെ എല്ലാവരും സെയിം ക്യാരക്ടർ തന്നെ, ഒന്നും അനക്കിട്ടില്ല അല്ലേ? അങ്ങനെ തന്നെയാണ് പുതിയ ചില ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിന് March 19th ആണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പൊ സുധിച്ചേട്ടാ, ഇത് ഫസ്റ്റ് നമ്മൾ ഈ ട്രെയിലർ ഒക്കെ കണ്ടപ്പോ ഇത് നമ്മൾ ആട് 1 ആട് 2 ഒക്കെ കണ്ടതിനൊക്കെ വ്യത്യസ്തമാണ് ആട് 3. അപ്പൊ ഇത് ഫസ്റ്റ് നിങ്ങൾ കേൾക്കുമ്പോഴുള്ള ആ റിയാക്ഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെയാണ് ഇതിൽ നടക്കാൻ പോണെന്ന്, ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? കേട്ടതിനേക്കാളും റിയാക്ഷൻ ഇന്നത്തെ സീൻസ് കണ്ടപ്പോഴാണ്. ഒരു സ്ക്രിപ്റ്റ് റീഡിങ്ങിന് പോയിരുന്നു, അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്റെ സീൻസ് കണ്ടപ്പോഴാണ്. എല്ലാവരുടെയും അത്യാവശ്യം പൂർണ്ണമായിട്ട് അറിയില്ലട്ടോ എന്തൊക്കെയാന്നൊക്കെ. കൂടുതലും കോമ്പിനേഷൻ ഒക്കെ കുറവാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾക്ക് സണ്ണിയും ബിജുക്കുട്ടും ഞാനുമാണ് കൂടുതല്. ഇടക്ക് എനിക്കിട്ട് പണി തരാൻ സോമൻ എല്ലാ പടത്തിലും വരും. അങ്ങനെ അപ്പൊ ആട് 3യിലും ഉണ്ട് നിങ്ങളുടെ പിന്നെ വീണ്ടും പാരയിട്ട് തന്നെ സോമൻ. ഇതിന്റെ കാര്യം എന്താ നമ്മളെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങള് ഡബ് ചെയ്തേക്കണ മാത്രമൊക്കെയാണ് ഞങ്ങള് കണ്ടേക്കുന്നത്. ഞാനൊക്കെ പിന്നെ ഇത്തിരി കൂടി കുറച്ചും കൂടി കൂടുതൽ കണ്ടിട്ടുണ്ടാവും. അല്ലാണ്ട് എല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഞങ്ങളും അത് പ്രതീക്ഷിക്കാത്തിരിക്കും. എല്ലാവരുടെ അത്യാവശ്യം ഡബ് ചെയ്യുമ്പോഴുള്ള പോർഷനെ കണ്ടത്. ടോട്ടാലിറ്റി നമ്മള് നിങ്ങളെ പോലെ തന്നെ നോബി ചേട്ടനും നെൽസൺ ചേട്ടനും എന്റെ കോമഡിയുടെ 2 രാജാക്കന്മാർ അപ്പുറം ഇപ്പുറം ഇരുന്ന് എന്താണ് ആട് 3യിൽ എന്താണ് സംഭവം? പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം കാര്യം മിന്നൽ മുരളിക്ക് മുമ്പേ വന്ന സൂപ്പർ ഹീറോസ് ആണ് ഷാജി പാപ്പനും ടീമും. അത്രയും വർഷം മുമ്പ് പിള്ളേർക്ക് ഇഷ്ടമുള്ള സൂപ്പർ ഹീറോസ് ആണ് ഇവര്, മന്ദന്മാരായ സൂപ്പർ ഹീറോസ് മലയാളത്തില്. അന്ന് അങ്ങനെ ഉണ്ടല്ലോ, അല്ല അങ്ങനെയാണല്ലോ ജനങ്ങൾ സ്റ്റാറായിട്ട് എല്ലാവർക്കും BGM വരുന്നു, മണ്ടത്തരങ്ങൾ കാണിക്കുന്നു, ജനം ഏറ്റെടുത്തു. കുറെ മണ്ടന്മാര് കാണുമ്പോ പോലെ ഓരോ ടീമാണ്, അവിടെ ഒരു ടീം ഫൈറ്റ്, ഇവിടെ ഒരു ടീം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു സംഭവം ഉണ്ട്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് നമ്മള് സത്യം പറഞ്ഞാൽ ഈ പിള്ളേരെക്കാളി കാണാൻ കൊതിയായിട്ടിരിക്കും. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരു മിഥുൻ മാനുവൽ മാജിക് കാണുമല്ലോ. അതെ. ഓക്കെ, നെൽസൺ ചേട്ടാ വെയിറ്റിംഗ് ആണോ മിഥുൻ മാനുവൽ മാജിക് കാണാനായിട്ട്? പിന്നെ നമുക്ക് ഗംഭീര സീക്വൻസ് പുള്ളി ചെയ്തിരിക്കുന്നത് അല്ലേ? കുതിരയിൽ യാത്ര ചെയ്താണ് പുള്ളി ഈ പടത്തില്. ഇപ്പൊ ട്രെയിനിൽ പോയാലും ഇങ്ങനെ പോകും. നമുക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടി അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തപ്പോഴും വളരെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനായിട്ട് കൂടുതലൊന്നും ആലോചിക്കണ്ട. പിന്നെ എന്നാലും ചെയ്തിട്ടുണ്ട്, കൈ ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ അടുത്ത് പറയും. അപ്പൊ നമ്മള് ഇങ്ങനെ സജഷൻ എന്റെ കൂടെയാണല്ലോ ഫുൾ ടൈം, അതൊക്കെ നൈസായിട്ട് വിളിച്ച് പറയും. കൊള്ളാമെങ്കിൽ അത് ആരെങ്കിലും കേക്കെ പറഞ്ഞ അവരുടെയൊക്കെ പറഞ്ഞ നമ്മളെ കളിയാക്കും. അതുകൊണ്ട് ദൂരോട്ട് വിളിച്ചോണ്ട് പോകും, പൈസ കടം മേടിക്കാൻ പോകുന്നില്ല. എന്റെ കൂടെ ഇരിക്കണോണ്ട് അതാണ് പയ്യ മാറ്റിയെന്ന് തോന്നുന്നത്. ഗംഭീര സീക്വൻസാ പുള്ളിയുടെ. പതുക്കെ പറയും അതൊക്കെ കൊള്ളാം. അങ്ങനെ ഞാൻ 3 എണ്ണം എടുത്തില്ലേ നമ്മൾ പറഞ്ഞത്. എല്ലാം എടുത്തു. ഇദ്ദേഹത്തിന് ഇവിടെ അഭിനയിക്കാനുള്ള
നമുക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു സത്യം പറഞ്ഞു. അല്ലല്ല അങ്ങനല്ല പറയാം. ഇത് അപ്പൊ ഇപ്പൊ ഇല്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ പേടി ഇല്ലെന്നുള്ളതല്ല. ഇപ്പൊ ആ പേടി എനിക്കുണ്ട്, നല്ലോണം ഉണ്ട്. അല്ലല്ല, അത് പുള്ളിയുടെ അടുത്തിടെ വരുമ്പോഴാണ് മനസ്സിലാവും. സ്ക്രിപ്റ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കും. ഞങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല, പുള്ളി ഇപ്പൊ ഒരുപാട് വരുത്തിരിക്കുന്ന ആള്. ഞങ്ങളെ വിളിക്കും, ഞങ്ങളെ വിളിച്ചിട്ട് മല ഇതെങ്ങനെയാ ഇങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ. അപ്പൊ ഈ ഡയലോഗ് നീ പറ, ഈ ഡയലോഗ് അപ്പൊ ഈ ഡയലോഗ് രണ്ടുകൂടെ നീ പറയണം. അങ്ങനെ എല്ലാം പങ്കൊക്കെ വെച്ചിട്ട് എല്ലാം പുള്ളിയുടെ ഒരു ശൈലി ഇവിടെ ആക്കി എടുത്തിട്ട് പിന്നെ കയറി കലക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗം വലിയ കുഴപ്പമില്ലാതെ പോയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലേ? സത്യം. ഓക്കെ, ഇവർക്ക് രണ്ടർക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. എന്റെ ഗ്രൂപ്പ് ആയക്കുട്ടി പോലെ. അതെ, പാപ്പന്റെ എനിക്കറിയില്ല ഇവരുടെ ഗ്രൂപ്പ് എങ്ങനെ വർക്ക്ഔട്ട് ആയത്. ഞങ്ങൾ ഇവരെ കണ്ടിട്ട് പോലും ഇല്ല. നമ്മള് കണ്ടിട്ടില്ല, മിണ്ടണ്ടേ നീ? വേണ്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് കോമ്പിനേഷൻ ഇതായിരുന്നു എന്റെ ഗ്യാങ് അതിൽ പെട്ടത്. ഓക്കെ, പാത്തേട്ടാ നമ്മുടെ ഡ്യൂഡിനെ കണ്ടിട്ടില്ല സെറ്റ് വെച്ച്. നടക്കണാണ്, അല്ലാണ്ട് കണ്ടിട്ടില്ല. അവൻ എന്റെ ശാന്തി ബ്രദറാണ്. ഞാൻ എപ്പോഴും ഒച്ചയില് പോകുമ്പോ അവൻ വന്നിട്ട് ചേട്ടാ 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 എന്നാ ഏറ്റവും കൂടുതൽ ശാന്തിയായിട്ട് സെറ്റിൽ നിർത്തിയത് അവനാണ്. കൊല്ലങ്ങളായിട്ടുള്ള എന്റെ ഫ്രണ്ടാണ്, വെരി ക്ലോസ് ഫ്രണ്ട്. ഞാൻ ഹരിയും കൂടെ ചെല്ലും. ഞങ്ങളുടെ അടുത്ത് വലിയ ഒച്ച ഉണ്ടാക്കൂല. ഞാൻ ഒച്ച ഉണ്ടാക്കില്ല, ഇവന്റെ അടുത്തും ഞാൻ ഒച്ച ഉണ്ടാക്കില്ല, ഇവന്റെ ഒച്ച ഉണ്ടാക്കില്ല. നമ്മൾ ആരും ഒച്ച ഉണ്ടാക്കാറില്ല. ഇല്ല ഇല്ല. ഇങ്ങോട്ടേക്കോ ഇവിടെ ആരെങ്കിലും ഇല്ല, ഇതൊക്കെ എന്റെ പൊന്നുകളാ. ആരായിട്ടാ? എന്നാലും പക്ഷെ അവനാണ് എപ്പോഴും വന്നിട്ട് എന്നെ ചേട്ടാ ശാന്തി ശാന്തി എന്തോരം കിട്ടിയിട്ടുണ്ടാവും ചിന്തിക്കണോ അവന്. അതല്ല, ഈ ആടി 3യുടെ ട്രെയിലർ ഉണ്ട്. അപ്പൊ ഇത് പാർട്ട് 1 ആണ്. ഇനി ഒരു പാർട്ട് 2 ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾ എന്തായാലും പറയത്തില്ല. അപ്പൊ ഓർത്ത് ഈ ബാഹുബലിയില് ഈ പാർട്ട് 2 എടുക്കാൻ കാരണം പാർട്ട് 1 കട്ടപ്പ എന്തുകൊണ്ട് ബാഹുബലിനെ കുത്തി എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പാർട്ട് 2. ഇതിൽ നിങ്ങൾ ഷാജിപ്പാപ്പൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിപ്പോ ആ പടം റിലീസായല്ലേ മനസ്സിലായി. ബാഹുബലിയുടെ എൻഡിലല്ലേ മനസ്സിലായത് ബാഹുബലി 2 ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് നമുക്ക് കാണാം. 2 ചിന്തിക്കുന്നു. 1 2 3 4 എന്തായാലും ഉണ്ടാവും ഉറപ്പ്. അല്ല, ഫൈനൽ റൈഡ് എന്നും പറഞ്ഞോണ്ടാണല്ലോ കാണിച്ചത്. ഫൈനൽ റൈഡ് പാർട്ട് 2 എന്നാണ്, വായിച്ചില്ലല്ലേ? അതുണ്ട്, പാർട്ട് 2 ഉണ്ട്. പറഞ്ഞത് ഓക്കെ ഓക്കെ, ആയും തൊട്ടുള്ളത് അല്ലേ? ഞാനോർത്ത് ഇനിയും 1 2 3 ഇല്ലപ്പാ, അതിലെ എഴുതിക്കണുണ്ടോ താഴെ പാർട്ട് 1 എന്ന് എഴുതിക്കണുണ്ടോ പാർട്ട് 2. അപ്പൊ അതെനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ക്ലിയർ ആയോ? വെരി ഗുഡ്. അതുകൊണ്ട് ആരും ഫീൽഡ് ഔട്ട് ആവില്ല. 3 വർഷം കഴിഞ്ഞാലും ഒരു പഠനം. ഞാനതൊക്കെ ആലോചിച്ച് ഞാനും കണ്ടിട്ടോണം പ്രൊഡ്യൂസർ 4 എടുത്തേ പറ്റൂ. ഷാജിപ്പാപ്പനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും മറന്നു പോകുന്നത്. അപ്പൊ നമ്മള് ചോദിച്ചെന്താ ബാഹുബലിയിൽ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എന്തുകൊണ്ട് 2ലേക്ക് പോകുന്നു എന്നുള്ളത് സിനിമ കണ്ടു കഴിയുമ്പോ മനസ്സിലായി. ഓക്കെ, അത്ര മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. ഹരിച്ചേട്ടൻ പറ. അങ്ങനെ ഒരു അവരെ പിടിച്ച് കളയാൻ അന്ന് ബാക്കി പകുതിയും കൂടെ ഇവിടെ പറഞ്ഞു. പുള്ളി സംസാരിക്കില്ല. അതല്ല, ഇങ്ങനെ പ്രേക്ഷകർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു എന്തോ സീക്വൻസ് ഉണ്ട്, ഷാജിപ്പാപ്പന് എന്തോ പറ്റൂ, അപ്പൊ ഈ ഒരു പാട്ടിൽ അതായിരിക്കും പാർട്ട് 2. അതിൽ അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കണോ വേണ്ടയോ? പറ. ഞാൻ ഇതിന്റെ അടുത്ത് പറഞ്ഞു, എന്തെങ്കിലും പാപ്പൻ എന്തെങ്കിലും പറ്റിയിട്ട് പാർട്ട് 2 എഴുതണം, നല്ല പടം കിട്ടുള്ളൂ. ഡിപ്ലോമാറ്റിക് ആൻസർ. ഷാജിപ്പാപ്പൻ ശരിക്കും പിങ്കിനെയാണോ മിസ് ചെയ്യുന്നത് അതോ മേരീനെയാണോ മിസ് ചെയ്യുന്നത്? ഞാൻ ഇവരെയും പിങ്കിനെയാണ്. ഇപ്പൊ സിനിമ കഴിയുമ്പോൾ മിസ് ചെയ്തോണ്ടിരിക്കുന്ന ഇവരെയൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവരെ ഇത്ര ഈ ഷാജിപ്പാപ്പൻ പിള്ളേരിന് ഇപ്പൊ ചേട്ടൻ റിയൽ ലൈഫിൽ അധികം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഭയങ്കര കുറച്ച് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ ഷാജിപ്പാപ്പൻ പിള്ളേരെന്ന് പറയുമ്പോഴത്തേന് ഇവരെല്ലാവരും ഫേസ് ഉണ്ട് അല്ലെ നമുക്കാണ്. അപ്പൊ ഇവരായിട്ടുള്ള എങ്ങനെയാണ് കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ? അല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണം എന്താ വെച്ചാൽ ഒന്നാമത്തെ എല്ലാം നമ്മുടെ ഒരു ബ്രദേഴ്സിനെ പോലെ തന്നെയാണ്. അതെ. പിന്നെ ഈ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു സുഖം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതിന് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെന്താ അറിയോ, നമ്മൾ ഈ റിഹേഴ്സൽ കുറവാ. ടേക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ടേക്ക് പോവാം, അപ്പൊ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഓക്കെ വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ടേക്ക് അങ്ങോട്ട് പോകും. ഈ ധർമ്മനൊക്കെ ഉണ്ടല്ലോ, എന്റെ ദൈവമേ, ടേക്കിൽ എന്തെങ്കിലുമൊക്കെ അതിക്രമം കാണിക്കും. നമുക്കിത് ചിരിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഇവർക്ക് സ്റ്റേജിൽ നിന്ന് വന്ന ആളുകളല്ലേ. പിന്നെ 1 റിയാക്ഷൻ ഒക്കെയാണ് ഈ അറക്കലവും നമ്മുടെ ടീമും എല്ലാവരും 1 റിയാക്ഷൻസ് ആണ് ടേക്കിലും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാന്നുള്ളത് തന്നെ വലിയൊരു വലിയ ടാസ്ക് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ അല്ലേ 10 ഡേക്ക് അങ്ങോട്ടും പോയി അങ്ങനെ തന്നെ റിയാക്ഷൻസ് ആണ്. അല്ല, അതെന്താ അത് ഞാൻ പറയാം. അതായത് 2 നിന്ന് ഇപ്പൊ
3യിലേക്ക് വരുമ്പോൾ കുറച്ച് വർഷത്തെ ഇതായല്ലോ, 8-9 വർഷമായില്ലേ. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 8-9 വർഷം കൊണ്ട് ആളുകൾക്ക് വന്നിട്ടുള്ളൊരു മാറ്റമുണ്ട് വ്യക്തികൾക്ക്. അതായത് അവർ സിനിമ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയി കുറേയും കൂടി. അതിന്റെ ഒരു വലിയ മാറ്റം. പേഴ്സണലി അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാ ക്യാരക്ടറും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ റിഹേഴ്സലിന്റെ ആവശ്യമൊന്നുമില്ല. നേരെ ടേക്ക് എന്ന് പറയുമ്പോൾ ചെയ്യും, അവരുടെ കയ്യിൽ നിന്ന് കിട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അത് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞ പോലെ ചിരിക്കാതിരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ. ആൻഡ് ഉണ്ണി അവിടെ ഇത്ര നേരം ഇങ്ങനെ ഇരിക്കാണ്, കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ആട് 3-ല്? ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വർഷത്തിന് ശേഷം ഇതേ ടീമിന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്യുക, ജയേട്ടൻ, വിനായകൻ ചേട്ടൻ, ചേട്ടൻ, എല്ലാരും ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോഴും. റിലീസ് ആവാറായി, ഷൂട്ടിന്റെ അന്ന് തുടങ്ങിയ എക്സൈറ്റ്മെന്റ് ആണ്, ഇതുവരെ മാറിയിട്ടില്ല. അതെ. മാർച്ച് 19th ആവുമ്പത്തേന് അല്ലേ ഒരു കട്ട വെയിറ്റിംഗ് ആണ്. നിർമ്മലേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഒരുപാട് കഴിയുന്നുണ്ട്, അതെല്ലാം അവിടെ പ്ലാച്ചിലൂടെ കിടക്കും. മിഥുന്റെ അടുത്ത് ജോഷി സാറിന്റെ അടുത്ത് തമാശ പറഞ്ഞാലും ചിരിക്കും. അത് ഇത്ര 300 ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ച് നമ്മൾ പറയണം അവരുമ്പോ ചമ്പള കളിയാണ് വേണ്ടത്. അല്ല, അവസാനത്തെ ഒരു തൊലിക്കെട്ടി വന്ന് പടം കഴിഞ്ഞ് അതെ മോണിറ്റർ കാണാനിരിക്കുമല്ലോ. അപ്പൊ മിഥുൻ ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് മാത്രമേ പുള്ളി ഇരിക്കാറുള്ളൂ. എല്ലാം ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ എപ്പോഴും. നോക്കുമ്പോ നമ്മളെ കൂടെ ചെന്ന് മോണിറ്ററല്ല നോക്കുന്നത്, ഇതിനെ ഇങ്ങനെ നോക്കും. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് അതാണ് ഇതിന്റെ ഒരു ഗുണം. നമുക്ക് അതിന്നാണ് മൈന്യൂട്ട് അതിന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? നമ്മള് എന്റെ കൂടെ നമ്മള് ഒരുമിച്ചിരിക്കുമ്പോഴേ നമ്മള് ആക്ഷൻ പപ്പില് ഓക്കെ പറഞ്ഞിട്ട് 1 സെക്കൻഡ് മോണിറ്റർ നോക്കുമ്പോൾ നമ്മളെല്ലാവരും പുള്ളിയുടെ മുഖത്താണ് നോക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഓക്കെ ആണോ അല്ലേന്ന്. ഓക്കെ ആണോ, വാ പോകാം. അത് മാത്രമല്ല, നമ്മുടെ സിനിമയെ പറ്റി പറയുമ്പോ ക്യാമറമാൻ, മേക്കപ്പ് സെക്ഷൻ, കോസ്റ്റ്യൂം സെക്ഷൻ, ആർട്ടൊക്കെ ഗംഭീര ആർട്ടാണ്. പിന്നെ അഖിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ വർക്ക്. അഖിൽ ജോർജ് ആണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അഖിൽ ഈ ടീമിന്റെ കൂടെ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞതുപോലെ ഈ ആർട്ട് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. കോസ്റ്റ്യൂം ഉണ്ട്, എഡിറ്റിംഗ്, എല്ലാം ടീമൊക്കെ എത്രയോ നാളെ ഇതിന്റെ പുറകെ ഇങ്ങനെ നിന്ന്. അതല്ലേ വീണ്ടും ന്യൂസുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പരിക്കുകൾ പറ്റി. വിനായകൻ ചേട്ടന് പരിക്ക് പറ്റിയെന്ന ന്യൂസിലൊക്കെ ഇങ്ങനെ വന്നായിരുന്നു. ആട് 3യുടെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് വെള്ളം കയറി, സെറ്റില് വെള്ളം കയറിയിട്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടീസ് വന്നു. അപ്പൊ അതെങ്ങനെ ഓവർകം ചെയ്ത് നിങ്ങൾ എല്ലാവരും? കാരണം അത്രയും ബഡ്ജറ്റ് മുടക്കിയാണ് നിങ്ങൾ ഓരോ ദിവസം ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു ആട് 3നെ മൊത്തത്തിൽ എങ്ങനെയാ? ബഡ്ജറ്റ് കുറക്കാൻ ഭക്ഷണം കൊടുക്കുക അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. വലിയ ബഡ്ജറ്റിലാണ് സിനിമ, ബഡ്ജറ്റിലാണ്. അപ്പൊ അങ്ങനെ കുറക്കേണ്ടതൊന്നും വന്നിട്ടില്ല. അതിന്റെ പേരില് അതിന്റെ പ്രൊഡ്യൂസർമാരോ ആരോ ഇങ്ങനെയാണോ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല. 2 പ്രൊഡ്യൂസേഴ്സ് അതെ, ഈ 2 കാരണം ആട് 1ഉം 2ഉം ചെയ്തിട്ടുള്ളത് വിജയാണ്. ഈ തവണ വിജയും വേണുചേട്ടനുണ്ട്, കാവ്യ ഫിലിംസ് വേണുചേട്ടൻ, രണ്ടുപേരും കൂടി. കാരണം അത്ര വലിയൊരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഈ സിനിമ ചെയ്യുന്നത്. ഈ ആട് 1 ആട് 2ന്റെ ഒരു എക്സ്പെക്ടേഷൻ, ആട് 3 എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ പ്രേക്ഷകർക്ക് ഭയങ്കര എക്സ്പെക്ടേഷനാ. അത് ചേട്ടൻ എപ്പോഴെങ്കിലും ടെൻഷൻ ഉണ്ടാകും ഇവരെ ഇത്രയും എക്സ്പെക്ട് ചെയ്യുമ്പോൾ? ഇപ്പത്തെ മലയാള ഓഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെക്ടേഷനിലൂടെയാണ് ഓരോ ചാനൽ ഇരുന്നിട്ട് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വരണേ എന്ന് പറയാനും പറ്റൂല. കാരണം അവർക്ക് അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. കാരണം 2നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ 3യിലേക്ക് വരുന്നത്. അപ്പോ അവരുടെ എക്സ്പെക്ടേഷൻ ഒത്ത് ഈ സിനിമ വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ. ഈ ഒന്ന് ഇമാജിൻ ചെയ്യാം, ഇപ്പൊ ഈ ഒരു ആട് 3 ഒരു 1000 കോടി ക്ലബിൽ കയറി. ഓക്കെ, ആ 1000 കോടി ക്ലബിൽ കയറി ആർക്കായിരിക്കും ക്രെഡിറ്റ് കൊടുക്കുക നിങ്ങള്? 1000 കോടി കിട്ടി. അപ്പൊ ഇനിയിപ്പോ അടുത്ത തവണ 4ലേക്ക് 4 ചിന്തിക്കുമ്പോ കുറച്ചും കൂടി വലിയ സിനിമയായിട്ട് നമുക്ക് വരാം. അല്ല, ഇപ്പൊ 1000 കോടി ക്ലബിൽ കയറിയില്ലെങ്കിൽ ആരെയായിരിക്കും ബ്ലെയിം ചെയ്യാൻ പോകുന്നത്? പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കാശ് പോയി. രണ്ടും പുള്ളിക്ക് തന്നെ. 2 പ്രൊഡ്യൂസറിനെ 500 കയറിയാലും മതി, 1000 കയറിയില്ലെങ്കിൽ കുഴപ്പമില്ല. പോയി പടം കാണാം ഫസ്റ്റ് ഡേ ഞാൻ പോയി കാണും. ഈ വിനായകൻ ചേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിനായകൻ ചേട്ടൻ ചൂസ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര ഡെപ്ത് ഉള്ളതാ, ഭയങ്കര വെറൈറ്റി ക്യാരക്ടേഴ്സ് ആണ്. അപ്പം എങ്ങനെയാണ് ഒരു റോൾ വിനായകൻ ചേട്ടൻ എക്സൈറ്റിംഗ് ചെയ്യിപ്പിക്കുന്നത്? എങ്ങനെയാണ്? പുതിയ റോളാണെങ്കിൽ, പുതിയ ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ
വെൽ എക്സെപ്റ്റഡ് ആണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യാറുള്ളൂ. എന്ത് റോൾ ആര് കാശൊന്നുമില്ല പ്രശ്നം. എനിക്ക് ക്യാരക്ടർ ഇഷ്ടമാകുക എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്യന്നെ അങ്ങോട്ട്. ഈ ഫസ്റ്റ് ആടിന്റെ സമയത്ത് ഡ്യൂഡിന്റെ ക്യാരക്ടർ പറഞ്ഞപ്പം അതില് ഇത് ചെയ്യാം എന്ന് ആ ഒരു ഗുഡ് പോയിന്റ് ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ ആക്ച്വലി ആട് ഫസ്റ്റിൽ വരുമ്പോ ഞാൻ മിഥുനോട് പറഞ്ഞത് ഈ റോള് ചെയ്യാനാ. ഷാജി പാപ്പൻ ഇല്ല, ആ റോൾ ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട റോള് അറക്കലബുവിന്റെ റോളാണ്. അപ്പൊ എന്താ മിഥുൻ ചേട്ടൻ പറഞ്ഞ എന്താ ചേട്ടാ ഡ്യൂട്ടി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, ഞാൻ ചോദിച്ചു. എനിക്ക് ഈ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് ആട് 1 തന്നെ ഞാൻ മിഥുന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം. പറഞ്ഞിട്ടില്ലെന്നോ? നല്ലത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ഇത്. ഞാൻ ഈ റോള് ഞാനും എന്റെ റോള് പുള്ളിക്കുമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടുപോയി. ഡിസൈൻ വീണല്ലേ? ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും വളരെ ഇതായി ആൾക്കാരുടെ അങ്ങനെ ഒരു പടം അതിന് എല്ലാവർക്കും ഇൻട്രോ കൊടുത്ത ഒരു പടമാണ്. റിയൽ ലൈഫിൽ നിങ്ങളുടെ ഈ പേര് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പിള്ളേർ എവിടെങ്കിലും ഒക്കെ? എന്റെ മോനെ സ്കൂളിൽ വിളിക്കുന്നത് ഞാൻ സ്കൂളിൽ വിളിക്കാൻ ഡ്രാഗൺ പൈലി വിളിക്കുന്നത്. പൈലിന്ന് വിളിക്കും, ഡ്രാഗൺ വിളിക്കും, ഡ്രാഗൺ പൈലിന്ന് വിളിക്കും. മോനെ മോളെ ഡ്യൂഡാണ്. അങ്ങനെ റിയൽ ലൈഫിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ദേഷ്യം വരത്തൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ പാപ്പന്റെ പേരില് ബസ് ദേഷ്യം? എനിക്കിപ്പോ റിയലിൽ അവനെ കാണുമ്പോ പേടിയാ. റിയൽ ലൈഫിൽ പുള്ളി എന്നെ കാണുമ്പോ എനിക്ക് ഭയങ്കര പേടി. എന്തെങ്കിലും പാരയായിട്ടാണ് പാവല്ലേ സുചേട്ടനല്ലേ? എന്നാലും കുഴപ്പമില്ല. ലോലെന്ന് വിളിക്കാറുണ്ടോ ഹരിന്? ഇഷ്ടം പോലെ ആൾക്കാര്. ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്ന പാപ്പന്നാ. ഇതല്ലേ എന്റെ റിയൽ ഹസ്ബൻഡ്? ഈ പാപ്പനാണോ അത് ഉദ്ദേശിച്ചത്? പേര് പപ്പൻ എന്നാണോ? അല്ല, ഞാൻ പാപ്പൻ എന്നാ വിളിക്കുന്നത് ഹസ്ബൻഡ്. ബിക്കോസ് ഓഫ് ദിസ് ക്യാരക്ടർ ആണോന്ന് എനിക്ക് അറിയത്തില്ല. ഈ മൂവിയിലൂടെയാണല്ലോ ഷാജി പാപ്പൻ എന്നുള്ള പേര് വന്നത്. അപ്പൊ ഞങ്ങൾ വടംവലി നടന്നാലും അതെ അതെ, ആ പാട്ടും ആ മ്യൂസിക്കും ഹൈലൈറ്റ് ആണ്. വടംവലി മത്സരം അത് ആ എല്ലാവർക്കും ഇത് കൊടുത്തത് ഷാൻ റഹ്മാൻ എന്ന് പറയുന്ന ബ്രില്യന്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറുടെ കഴിവാണ്. പറയാതിരിക്കാൻ വയ്യ. ഷാൻ ചേട്ടൻ ഇരിക്കട്ടെ. പിന്നെ അയ്യോ പിന്നെ എല്ലാവർക്കും അതെ. ഒരെണ്ണം ഫ്ലോപ്പ് ആയിട്ടല്ലോ, എല്ലാം അവൻ അടിച്ച് തകർത്തില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതുപോലെ തന്നെ ഷാജി പാപ്പന്റെ ക്യാരക്ടർ ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിം ആക്കി വിജയ് ചേട്ടൻ ചെയ്യാനിരുന്ന ക്യാരക്ടർ ആയിരുന്നു. വിജയ് ചേട്ടന് ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നായിരുന്നു. പക്ഷെ ചേട്ടന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിങ്ങൾ അതാദ്യം ഞാൻ കഥ കേട്ടിട്ട് എനിക്കതൊന്നും കണക്ട് ആയില്ല. ഷാജി പാപ്പൻ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു എനിക്കെന്തോ കണക്ട് ആയില്ല എന്നുള്ള രീതിയിലൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു. സാൻഡ്ര ആയിരുന്നു അന്ന്, സാൻഡ്ര വഴിയാണ്. ഞാൻ സാൻഡ്രത്ത് പറഞ്ഞു, സാൻഡ്ര എനിക്ക് കിട്ടുന്നില്ല, നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്യാരക്ടർ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. അവർ പിന്നെ വന്നു കണ്ടു, ഞാൻ മിഥുനായിട്ട് ഇരുന്ന് സംസാരിച്ചു, നമുക്ക് അത് ഇങ്ങനെ പിടിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഡിസ്കഷനിലൂടെയാണ് പിന്നെ പാപ്പൻ എന്ന് പറയുന്ന പരിപാടി പിടിക്കാൻ. നേരത്തെ അത് കിട്ടിയില്ല കറക്റ്റ്. പിന്നെ ഇരുന്ന സംസാരത്തിലൂടെയാണ് അതൊന്ന് തെളിഞ്ഞു വന്നത്. ഫസ്റ്റ് ലുക്കില് എല്ലാരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു പാപ്പനായിട്ട് നിൽക്കുന്നത് വിജയബാബുവാണ്. ഷോർട്ട് ഫിലിം ആയിട്ടാണ് അവര് ആദ്യം പ്ലാൻ ചെയ്ത് ഷോർട്ട് ഫിലിം ആയിട്ടായിരുന്നു. അതുപോലെ തന്നെ വിജയ് ചേട്ടൻ പറഞ്ഞ സെറ്റിലെ ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ടുള്ള വ്യക്തി വിനായകൻ ചേട്ടനാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന പോവുക. എന്താ കാരണം അറിയാൻ പറ്റില്ല. ഞാൻ പുള്ളിനോട് കാരണം ചോദിച്ചാൽ പറയണേ സന്തോഷം കൊണ്ട് എനിക്ക് ഹാപ്പിനെസ് കൂടിയിട്ട് ഇറങ്ങിപ്പോയിന്ന്. സാധാരണ ഡിപ്രഷൻ വന്നിട്ട് പോകുമ്പോ പറയുന്നത് കേട്ടത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഹാപ്പിനെസ് കൂടിയിട്ട് പോയി കളഞ്ഞ്. അതായത് വിജയ് ചേട്ടൻ ചോദിച്ചു ആരാണ് പുള്ളിന് ഇത്ര ഹാപ്പി ആക്കി, എനിക്ക് അവനെ കാണേണ്ടത്.
അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പോയപ്പോ തന്നെ തിരിച്ചു വരും. ഷൂട്ട് ചെയ്യാൻ മുടക്കൂല. സന്തോഷം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഷൂട്ട് ഒരിക്കലും മുടക്കില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ ഈ സിനിമയിൽ വരെ എന്നിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ റോള് ശരിക്കും ചെയ്യേണ്ടത് അജു വർഗീസ് ആണ്. അന്ന് സാന്ദ്രൻ വിജയബാബു എന്ന് പറയുന്ന ആൾക്കാരെ കൂടി എന്നെ വേണം. അപ്പൊ എനിക്ക് ഒരു ട്രിപ്പ് ഉണ്ട്, ഇന്തോനേഷ്യയിൽ ഒരു ട്രിപ്പ് പോകണം. അപ്പൊ ഇവര് എന്നെ തന്നെ വേണം എന്ന് പറഞ്ഞു. ഞാൻ കുറെ ആർക്കും തല്ലൂടത്തൊക്കെ ഉണ്ടാക്കി. അവസാനം ഞാൻ വന്നു വീണതാണ്. ഒരിക്കലും ഞാൻ ഷൂട്ട് മുടക്കില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ. അതാണ് അപ്പൊ വിജയ് ബാബു ചേട്ടൻ അങ്ങനെ പറഞ്ഞു, ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ടുള്ള വ്യക്തി വിനായകൻ ചേട്ടനാണ്. എനിക്ക് അങ്ങോട്ട് വർക്ക്ഔട്ട് ആയ ഡിസിപ്ലിൻ എന്നുള്ള വേർഡ്. ബട്ട് ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിയിരിക്കും. ചത്തില്ലെങ്കിൽ എന്തായാലും ഞാൻ എന്റെ ഡ്രൈവർ ഞാൻ കൊടുത്തിട്ടുണ്ട് പണി നല്ലോണം. 9 മണി 9 മണിക്ക് എത്തണം, 7 മണി 7 മണിക്ക് നടക്കോ ഇല്ല എന്നുള്ളത് ഐ ഡോണ്ട് കെയർ. ഞാൻ 7 മണി എന്ന് പറഞ്ഞാൽ 7 മണി. അതുകൊണ്ട് ഇപ്പൊ എന്നെ വിളിക്കാൻ ഭയങ്കര പേടിയാ പ്രൊഡക്ഷന്. നേരത്തെ വിളിച്ചിട്ട് ഇനി പ്രശ്നം ഉണ്ടാകുമോ എന്നാലും. പക്ഷെ ഞാൻ കറക്റ്റ് ടൈമിൽ എത്തും. ഇല്ല, എനിക്ക് അവരുടെ കൂടെ ഇരിക്കില്ല. എല്ലാരും എത്തും. നൈസായിട്ടൊന്ന് വീണോ? കാരണം ചെറിയ ഒരാള് വന്നില്ല എന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങി പോകില്ല. എല്ലാവരും എല്ലാവരും ഉണ്ടാവണമല്ലോ. എല്ലാ ദിവസവും ഷൂട്ടിംഗ് നടക്കണമെന്നില്ല. ചിലപ്പോ വെറുതെ വന്നിട്ട് ഏറ്റവും വലിയ തമാശ അറിയോ, 1ലും 2ലുള്ള അതേ കണ്ടിന്യൂറ്റി 3ലും ഉണ്ട് മഴ. അയ്യോ, ഇതുകൊണ്ട് സഹാറ മരുഭൂമിയിൽ വെച്ചല്ലോ അവിടെ മഴ പെയ്യുന്നു. കാരണം ഒരു രക്ഷയില്ല. ഷൂട്ട് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നോക്കുമ്പോ ഏതാണല്ലേ അതൊക്കെ പെട്ട ആ ഗ്രൂപ്പൊക്കെ ചക്ക പറിച്ചുകൊണ്ട് കിടക്കണം. ലൊക്കേഷൻ ചക്ക വേറെ ഇതൊക്കെ ഷൂട്ട് ചെയ്യണം. വേറെയൊക്കെ ഞങ്ങളെല്ലാരും അല്ല, ഈ മഴ ആക്ച്വലി പെയ്യുന്നത് ഐശ്വര്യം, നല്ല കാര്യങ്ങളൊക്കെ ഐശ്വര്യം കൂടിയിട്ട് ഒരു കൊല്ലമായിട്ട് ഐശ്വര്യം കിട്ടി. ഇത്ര ഐശ്വര്യം വേണ്ടാന്ന് പ്രൊഡ്യൂസർ പഴയത്ത് ഡാമില് സെറ്റ് ഇട്ടേക്കില്ലേ, അപ്പൊ ഇങ്ങനെ വെയിലായിരുന്നല്ലോ അവിടെ. മഴ ഈ ഊട്ടിന്ന് പെയ്യുമ്പോഴേ നമുക്ക് കാണാം ഇങ്ങനെ വരും മഴ. 1 മണിക്കൂർ കൊണ്ട് തീർക്കണം ആ മഴ. അവിടെ ഇങ്ങനെ വരുന്ന മഴ. ഈ സമയത്ത് കുറേ ജനങ്ങളുണ്ട്. അപ്പൊ ഈ ടെന്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇടിമില്ല, ഇങ്ങോട്ട് ഓടി കയറാൻ പറ്റൂല. എല്ലാവരും ടെന്റിനകത്ത് കയറുന്നു. അപ്പൊ ഈ കുതിരയെ കൊണ്ടുവന്നൊരു തമിഴൻ പയ്യുണ്ട്, സംസാരിക്കില്ല. ഇവന്റെ ഉച്ചത്തിനോട് ഇങ്ങനെ അറിയാലോ. ഇവൻ എല്ലാവരും കാണുമ്പോ തൊഴുവും. അപ്പൊ ഞങ്ങൾ എല്ലാവരും ടെന്റിലിരിക്കുന്നത്. ഇവൻ വെളിയിൽ നിന്ന് വിളിച്ചോണ്ട് പോകും. അപ്പൊ എല്ലാവരും പേടിച്ച് വരാൻ തന്നെ നോക്കുന്നത്. അപ്പൊ ഇവൻ കുതിര വണ്ടി ഇവിടെ താഴ്ന്നു. അത് പറയാൻ വേണ്ടി വന്നു. അപ്പൊ ഇവിടെ നിന്ന് എല്ലാരും ടെന്റിൽ നല്ല മഴ, ഒരു ഇടി. അപ്പൊ അവൻ ഇവനൊക്കെ കസേര ഇരിക്കുന്നു. ആർട്ടിസ്റ്റല്ലേ, അപ്പൊ അവര് ഭയങ്കര ബഹുമാനമാണ്. ഇടി വെട്ടി നിർമ്മൽ അമ്മോന്നൊരു വിളി. പേടിച്ചിട്ട് ഇടിയെ പേടിച്ച് ഇവൻ ചിരി തുടങ്ങി. പയ്യൻ ചിരി, ഇവന്റെ പേടി കെട്ടിട്ട് വേറെ ആരും പിടിച്ചില്ല. പിന്നെ ഇവൻ എപ്പം വന്നാലും രാവിലെ സെറ്റിൽ അപ്പൊ ഇവൻ സംസാരിക്കില്ല. എന്നെ ഭയങ്കര സഹായിച്ച ഇവനെ കാണുമ്പോ ഇങ്ങനെ വിളിക്കും. ഇവൻ പിന്നെ അവരെ കാണാതെ ഒളിച്ചു. നിർമ്മലേട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിന്? ഒന്ന് പറയാൻ ഇത്ര സൈലന്റ് ആയിട്ട് ഇരിക്കുന്നേ? അല്ല, ഞാൻ സൈലന്റ് അല്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. സാധാരണ നിങ്ങളൊക്കെ പോലെ തന്നെ ഈ ആട് 3 ഇറങ്ങി തിയേറ്ററിൽ പോയി കാണാമെന്ന് എക്സൈറ്റ്മെന്റ് ഇരുന്ന ആളാണ്. ഈ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയ എന്നെ വലിയ ഭാഗ്യം. കൂടുതൽ ഇനിയൊന്നും പറയാനില്ല. എന്നോടും പറഞ്ഞു ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഞാൻ വിനായകൻ ചേട്ടൻ്റെ അടുത്തേക്ക് ഫസ്റ്റ് ദൂരെ വന്നില്ല, എന്റെ അടുത്തോട്ട് വന്നില്ല. എനിക്കറിയില്ല എന്ത് ഇത്ര പേടിയെന്ന്. എന്റെ അടുത്തോട്ട് വന്നില്ല. പക്ഷെ ദൂരെ വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ റൂമിൽ കയറ്റിയില്ല, പിന്നെ പോണില്ല. ദൂരെ നിന്ന് ഷൂട്ടിംഗ് ചെയ്തു. 1ലും 2ലും ഉണ്ടായിരുന്നല്ല, ഇതിലുണ്ടല്ലേ കോമഡിയൊക്കെ കാണാറുണ്ട്. ഇതുകൊണ്ട് കേട്ടാതിരുന്നത് മനസ്സിലായി. ഈ വിനായകൻ ഇപ്പൊ പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും എന്നെ പേടി? ചേട്ടനും ഈ വിനായകൻ അല്ല, വിനായകൻ ചേട്ടൻ, ഈ വിനായകൻ ചേട്ടൻ അറിയാണ്ട് വന്നതാ. വിനായകൻ ചേട്ടൻ പറയുന്നുണ്ട് എല്ലാവർക്കും എന്നെ പേടിയാണ്, എന്തുകൊണ്ടാന്ന് അറിയില്ല. എന്തുകൊണ്ട് എല്ലാവർക്കും പേടിയാവുന്നത്? വെറുതെ ഞാൻ ഞാൻ പറഞ്ഞ പേടി മുമ്പ് ജയിലർ 2 കഴിഞ്ഞപ്പോ നമ്മള് അടുത്തേക്ക് വല്ലാണ്ട് പോയിട്ടില്ല. അതിന്റെ ഒന്നും അല്ല. അവർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ബഹുമാനമുണ്ട് എന്നോട്.
എന്നെ ബുദ്ധിമുട്ടിക്കില്ല, ആരും എന്നെ ബുദ്ധിമുട്ടിക്കില്ല ഇൻഡസ്ട്രിയില്. ഈ ഗ്രൂപ്പിൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കില്ല. അവരെന്ത് പാവല്ലേ. ഓക്കെ, നെൽസൺ ചേട്ടൻ ഇങ്ങനെ കുതിര ഇപ്പൊ നോബി ചേട്ടൻ തന്നെ പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പൊക്കോട്ടെ കുതിര. ഞങ്ങളൊക്കെ ഭയങ്കര ഫുൾ ടൈം ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നല്ലോ. എന്റെ ഗ്യാങ്ങിലുള്ളതല്ലേ പുള്ളി, ഞാൻ റോട്ടിൽ നിന്ന് പിടിച്ചതാണല്ലോ പുള്ളി. ഓക്കെ, അപ്പൊ ഈ കുതിര ഗംഭീര സീക്വൻസാ പറച്ചിലല്ലേ. 3-ൽ ഏറ്റവും കൂടുതൽ തകർത്തത് അല്ലേ? രണ്ടുപേരുണ്ട്, ഒരാൾ അതേന്ന് പറയണ നമ്മളുണ്ട്. 3-ൽ ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പം നെൽസൺ ചേട്ടാ ഈ കുതിരപ്പുറത്തുള്ള അഭ്യാസങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിരുന്നു. ആലോചിക്കുമ്പോ നൈറ്റ് മെയറാണ് പുള്ളിക്ക്. പേടിച്ചിട്ട് കുതിര എന്നൊക്കെ പറഞ്ഞാ ഇന്ത്യൻ കുതിരയല്ല, മറ്റേ റേസ് കുതിരയാണ്. പറഞ്ഞു കൊടുക്ക്. എറണാകുളത്ത് പ്രാക്ടീസ് എന്നിട്ട് അതിനെ കപ്പലിന്റെ കൊടുത്ത് സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഇതിന് കപ്പലിന്റെ കൊടുത്ത് സ്നേഹിച്ച് അതിന്റെ പുറത്ത് കയറി ഇരുന്ന് ഓടിച്ച മറ്റോട് എന്നൊക്കെ പറയുന്നൊക്കെ അയാള് കൗണ്ടൊക്കെ ചെയ്യും. അതിന് ഇങ്ങനെ മാസ്റ്റർ പറയുന്നത് സ്പീഡ് കറക്കിയൊക്കെ ചെയ്ത് എപ്പോഴും എന്നും കപ്പലിനെ വിട്ടു ഇല്ലാഞ്ഞിട്ടും കപ്പലിന്റെ ടൈം മേടിച്ച് കൊടുത്ത് സ്നേഹമൊക്കെ പിടിച്ചു പറ്റി. അവിടെ ചെന്നപ്പോ തമിഴന്മാരുടെ ഏതോ കുതിര, ഒരു പരിചയമില്ലാത്ത കുതിര തന്നിട്ട് അതിന് പുറത്ത് കയറാൻ. അത് ഒരു ഭയങ്കര കുതിരയായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ ഭാഗ്യത്തിന്. പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ കാര്യത്തിൽ പോയിട്ട് പിന്നെ അത് ഇവിടുന്ന് കുറെ ദൂരം പോയിട്ട് സ്പീഡിൽ പോകുന്ന കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 പേരും ഇങ്ങനെ പോകുന്നൊരു സീൻ ഉണ്ടല്ലോ, തുടങ്ങുമ്പോഴേ അടിക്കുമ്പോ ഇത് ഇങ്ങനെ പൊങ്ങും. അവിടുന്ന് സ്പീഡ് തുടങ്ങണം. ഓടി വന്ന സ്പീഡല്ല, സ്പോട്ടിൽ കണ്ടിട്ട് കുറച്ച് ദൂരേ ഉള്ളൂ. അത് കറക്റ്റ് ആയിരിക്കണം. ഫ്രണ്ടില് ചേട്ടൻ, അതിനിപ്പുറത്ത് അതിനിപ്പുറം നമ്മളെ ബാക്കി 2 ഡ്യൂഡ്. അത് കറക്റ്റ് ആയിട്ട് അത് ഷോട്ട് എടുക്കുകയും വേണം. 9 പ്രാവശ്യം കണ്ട് അത് ടേക്ക് എടുത്ത്. കാരണം കുതിര പല രീതിയിലല്ലേ ഓടും. നമ്മൾ നടന്നു പോകുന്നത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ നടന്നു. കുതിരപ്പുറത്ത് പോകണ്ടേ, പറയാൻ പറ്റില്ലല്ലോ കുതിരയെടുത്ത്. അങ്ങനെ ഭയങ്കര പാടുപെട്ടാണ്. ഹൈറ്റ് ഉണ്ട് കുതിരക്ക്, ഭയങ്കര ഹൈറ്റ്. പുള്ളി പറയാൻ പറ്റില്ല, ഓടിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ. ഡിജിക്കോട്ടാണ് കുതിര വരും. 2 പേരും കൂടെ 4 പേര് 2 പേരും കൂടെ പൊക്കിയെടുത്ത് കയറ്റി പിന്നെ ആക്ഷേപരമ വരുന്നു. അവിടെ ഫ്രണ്ടിൽ വന്ന് ചാടി ഇറങ്ങണം. പുള്ളി ഈ 3 പടം ചെയ്തത് എന്താണെന്നറിയോ? ഫസ്റ്റ് പറഞ്ഞത് കുതിരപ്പുറത്ത് ഞാൻ കയറൂലെന്ന് പറഞ്ഞു. 2 പേര് എന്നെ കാണുമ്പോ ഇങ്ങനെ നോക്കി ഞാൻ കേറാൻ പറഞ്ഞു. പിന്നെ കുതിര ഇങ്ങനെ പോകൂലേ? കുതിര എടുത്തോണ്ട് പോകില്ല. പുള്ളി മേക്കപ്പ് ഇട്ടോണ്ട് 2-3 പേടുത്തൂറന്മാരുണ്ടായിരുന്നു ഈ പടത്തില്. അതിൽ ഒന്ന് ഇത് അത് ഒന്ന് നമ്മുടെ പ്രൊഡ്യൂസർ കേറിട്ടേ ഇല്ല കുതിരപ്പുറത്ത്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ കൂടുതൽ അടിക്കുന്ന സാർമാര് വരുമ്പോ നമ്മളിങ്ങനെ എഴുന്നേക്കും. ഇങ്ങനെ പുള്ളി നമ്മൾ മുഖത്ത് നോക്കത്തില്ലല്ലോ, നമ്മളെ വിളിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. അത് ഇങ്ങനെ നോക്കണം, സാറിനെ നോക്കാതെ ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ വട മതി വിളിക്കുമെന്നില്ല. അതുപോലെയാണ് ഈ നോബി കുതിര എടുത്ത് ചെല്ലുമ്പോ കുതിര നോക്കാതെ അങ്ങനെ പുറത്ത് കയറി പോകുന്ന പേടിച്ച. ഇവര് തമ്മിൽ ശരിക്കും പ്രശ്നമുണ്ട്, അറിയോ? അത് അതാണ് ഇവര് തമ്മിൽ 2 കുതിരയിൽ വരും. ഷോട്ടിൽ വന്നിട്ട് ചാടി ഇറങ്ങണം. നല്ല ഹൈറ്റ് ഉണ്ട് കുതിര. ഇവനും ബിജുക്കുട്ടനമ്മ ഭയങ്കര ഹൈറ്റാണ്. ചാടി കഴിഞ്ഞ് എത്തൂല, കുറേ സമയം ഭയങ്കര വലിയ കുതിരയായിരുന്നു. എന്റെ പൊന്നോ, കുതിര ഞാനൊക്കെ ഓടി, ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞത് പേടിച്ചു പോയി. ഒന്നാമത്തെ വയ്യ, താഴെ പേടിച്ചു നിൽക്കും. പക്ഷെ ചവിട്ടി തന്നെ തീർന്നില്ല. ഈ ആട് 1 ആട് 2 കോസ്റ്റ്യൂംസ് ഭയങ്കര, ഷാജി പാപ്പന്റെ കോസ്റ്റ്യൂംസ് ഭയങ്കര ട്രെൻഡിങ് ആണ്. ചേച്ചിയാണ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. ഡ്യൂഡിന്റെയും കോസ്റ്റ്യൂംസ് ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ ആട് 3ലേക്ക് വരുമ്പോ എങ്ങനെയാണ് പാപ്പന്റെ കോസ്റ്റ്യൂം? എങ്ങനെയാ? അല്ല, 2-ലാണ് കുറച്ചും കൂടി റീച്ച് ആയതെന്ന് തോന്നുന്നുണ്ട്. അത് ഇതുവരെ കാണാത്ത ഒരു പാറ്റേൺ ആയിരുന്നു. ഒരു ബ്ലാക്കും പിന്നെ തിരിച്ചു കൊടുക്കുമ്പോ റെഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് സരിത ഡിസൈൻ ചെയ്തു. ഇത്തവണ ഈ പറഞ്ഞതുപോലെ തന്നെ കുർത്തയും മുണ്ടും ഒരു 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 പുതിയൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിലെ കോളേജ് ഗ്യാങ്ങിന്റെ പേര് തന്നെ ഷാജി പാപ്പൻ പിള്ളേരെന്നൊക്കെ ഗ്യാങ് വരെ. ഒരു മീഡിയ ഉള്ളത് ഞങ്ങളുടെ, അത് ഇവരുടെയാ. ഷാജി പാപ്പൻ മീഡിയ. ഷാജി പാപ്പൻ മീഡിയ.
ഇത് കഴിയുമ്പോ ഇത് ഡ്യൂഡ് മീഡിയ അതെ. മീഡിയ ഡ്യൂഡ് മീഡിയ മീഡിയ അല്ല ഡ്യൂഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഡ്യൂഡ് കോമൺ ആയത് തന്നെ വിനായകൻ ചേട്ടന്റെ ക്യാരക്ടർ വന്നപ്പോഴാണ് എല്ലാരും ഹേ ഡ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കില്ലേ? ഓക്കെ അല്ല അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഈ തവണ തേർഡിലേക്ക് വന്നപ്പോഴും പുതിയൊരു കോസ്റ്റ്യൂം കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഞങ്ങൾ വെയിറ്റ് ചെയ്തൊക്കെ. ഇപ്പൊ ഈ വിനായകൻ ചേട്ടനൊക്കെ പറയുന്നുണ്ട് അറക്കലബ് ഭയങ്കര ഈ ആട് 3 എന്തൊക്കെയോ കാണിക്കുന്നു. എന്താ സത്യത്തിൽ കാണിക്കുന്നേ? വെറുതെ ആവശ്യമില്ലാതെ അവിടെ നിന്നൊക്കെ അങ്ങനെ വലിയൊരു സംഭവമാണെന്ന് തോന്നുന്നു. ക്ലബ് എല്ലാരെയും പോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ പ്ലേസ്മെന്റ് ഇതിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ ഫസ്റ്റിലായാലും സെക്കൻഡിലായാലും തേർഡിൽ അതേപോലെ തന്നെ എല്ലാവർക്കും പ്ലേസ്മെന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും നമ്മളോട് ഇരിക്കുന്ന എല്ലാവർക്കും ഇവിടെ വരാത്ത പലർക്കും. അപ്പൊ അതുകൊണ്ട് അറക്കലബു അങ്ങനെ ഒരു എന്താണ് മുളച്ചു നിൽക്കുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. മൊത്തത്തിൽ സിനിമ മുളച്ചിരിക്കും. മുളച്ചിരിക്കുന്ന വെച്ചാല് സൈജു വീട്ടിലെ ഹിന്ദിയാ പറയണേ. സീരിയസ്ലി അറിയാം. പുള്ളി കാരണം എനിക്ക് കുറെ പണി കിട്ടി. പുള്ളി ദുഷ്ട മനസ്സുള്ള ആളാ. പടത്തിലെ ഏറ്റവും കൂടുതൽ പണി എനിക്ക് കിട്ടുന്നത് ഷൈജു. പക്ഷെ പാവല്ലേ ഞങ്ങളുടെ ഒരു എനിക്ക് തോന്നും. പക്ഷെ സ്പോട്ടിൽ ആക്ഷൻ പറഞ്ഞ പുള്ളി ഭയങ്കര മാർച്ച് 19ലേക്ക് എത്തിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അതെ 8-9 ടേക്ക് പോയി പുള്ളിയുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട്. ഞാൻ തെറ്റിച്ചുകൊണ്ടേയിരിക്കണേണ്. ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ നേരെ വന്നാ ഹലോ ചേട്ടാ അല്ലെങ്കിൽ വിനായക എന്നെങ്കിലും പറയണ്ടേ. ഇതൊന്നും നേരെ സ്പോട്ടിൽ വന്ന് ഇരിക്കുന്ന ഒരു സാധനം പോലെ കയ്യിന്ന് പോകൂലേ ഇരുന്ന് കാണിക്കണത് അങ്ങനെയല്ലേ. ചേട്ടന് എന്താ തോന്നുന്നു ഈ ആട് സീരീസ് ഇത്രയും ജനങ്ങൾ ഏറ്റെടുക്കാൻ കാരണം എന്താണ്? നിങ്ങളുടെ ഓരോ ക്യാരക്ടറിന്റെ ഇന്നസെൻസ് ആണ്? എന്തായിരിക്കും ഈ സീരീസിന് ഭയങ്കര ഒരു ഫാൻ അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമാണ്? എന്താ തോന്നിയിട്ടില്ല? നിങ്ങൾ പറ, എന്താ തോന്നിയത്? എന്താ കാരണം? എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ആ ഒരു വൈബാണ്. ഷാജി പാപ്പനും പിള്ളേരും എല്ലാത്തിനും കട്ടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു. അതാണല്ലോ നമുക്ക് വേണ്ടത്. ഇന്നസെൻസ് ആണ് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത്. എല്ലാ ജോണറും മിക്സ് ചെയ്തിട്ട് ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി കുറെ മണ്ടത്തരങ്ങളും കാര്യങ്ങളും എല്ലാ ഏജ് കാറ്റഗറികൾക്ക് ഇത് വർക്കാവും. കാറ്റഗറിയിൽ അത് തന്നെയാണോ? അല്ല അത് തന്നെ. അല്ലല്ല അത് തന്നെയാ ഈ പറഞ്ഞതുപോലെ. ഏറ്റവും പാവാരെന്നറിയോ? കാരണം ഏതോ ഒരു വലിയ രാജ്യത്ത് നിന്ന് ഇവിടെ നീലക്കുളിഞ്ഞിക്ക് വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകാൻ അവസ്ഥയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷെ അതൊരു ഈ വൾഗർ തമാശകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള തമാശകളും അങ്ങനെ കുറെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറെ നല്ല കഥാപാത്രങ്ങൾ, അവരുടെ നിഷ്കളങ്കമായ മണ്ടത്തരങ്ങൾ. അതാണ് ഇതിലെ ഹൈലൈറ്റ്. ജേട്ടന്റെ മുന്നിൽ ആദ്യമായിട്ട് ഈ ഒരു ഷാജി പാപ്പന്റെ ക്യാരക്ടർ പ്രസന്റ് ചെയ്തപ്പോ വർക്ക് ആവുമെന്ന് ഒന്ന് ഡൗട്ട് അടിച്ചായിരുന്നു. കാരണം ഇത്ര ഏജ് കാറ്റഗറി, പിന്നെ ഇതെങ്ങനെ വെച്ചണം. അപ്പം ജേട്ടൻ തന്നെ എഫേർട്ട് എടുത്ത് ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടാണ് മിഥുൻ ചേട്ടന് കാണിച്ചു കൊടുത്തപ്പോ ഇത് കൊള്ളാന്ന് ഇത് തന്നെ. അപ്പൊ ഈ ആട് 3ലേക്ക് വരുമ്പോ ഇതൊരു ടൈം ട്രാവൽ പോലെ തോന്നുന്നുണ്ട്. 2 ക്യാരക്ടർ ഷിഫ്റ്റ് വരും. അപ്പൊ ഇതിലേക്ക് വരുമ്പോ എന്തൊക്കെയാണ് ജേട്ടന്റെ ഒരു പ്രിപ്പറേഷൻ? അങ്ങനെ പ്രിപ്പറേഷൻസിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ഈ പറഞ്ഞ പോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥയല്ലാതെ തേർഡിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ മിഥുൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കഥ ഇപ്പൊ 1-ൽ നിന്നാണെങ്കിലും 2-ൽ ഭയങ്കര രസമുള്ള കഥയല്ല. 3ലേക്ക് വരുമ്പോഴും ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. പക്ഷേ എന്നാൽ വേറൊരു കഥാപാത്രത്തിന് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഈ സീനിൽ ഒരാള് വാ തുറക്കണമെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് വേണം വാ തുറക്കാൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോ ഇതെന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സൈജുനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കും, നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചിന്തിക്കും. അങ്ങനെയുള്ള അതായത് ഇയാൾക്ക് എന്തായിരിക്കും ഈ സമയത്ത് തമാശ പറയാൻ പറ്റും. ഇപ്പൊ ധർമ്മന്റെ അടുത്ത് നമ്മൾ ചോദിക്കും, എന്താ ധർമ്മ ഇതിനകത്ത് നമുക്കൊന്ന് പറയാൻ പറ്റും. അപ്പൊ ധർമ്മൻ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ സൈജു പറയും. അപ്പൊ അങ്ങനെ എല്ലാവരും പരസ്പരം ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് തമാശകൾ ആലോചിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇപ്പൊ കോളേജ് ഫംഗ്ഷൻസിലൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു ടീം വർക്കാണ്. ഇത് എല്ലാരും കൂടി ഉള്ളതാണ്. ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്. കാരണം ഓരോ സീനിലും ഞങ്ങൾ തുറക്കുന്ന തന്നെ ഒരു കോമഡി അല്ലെങ്കിൽ മാക്സിമം
ഫണ്ണ് അതൊക്കെയാണ്. അപ്പൊ അത് ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർച്ച് 19 ഷാജി പാപ്പനും പിള്ളേർ അങ്ങനെ ആട് 3 അല്ലേ, അത് വലിയൊരു സക്സസ് ആവട്ടെ. ആൻഡ് ലാസ്റ്റ് ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങളുടെ ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. സെഗ്മെന്റ് വളരെ ഈസിയാണ്. വിരലിങ്ങനെ കാണിച്ചിട്ട് തൊടാൻ പറയോ? ഇല്ല അതൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഗാങ്ങിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഉറങ്ങുന്ന ആൾ ആരാണ്? കണ്ണട വെക്കുന്ന ആളുകൾ. അത് ബ്ലാക്ക് അത് അറിയില്ലല്ലോ. അതെ 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 അതെ. ഇന്റർവ്യൂ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ആരും ഉറങ്ങിയില്ല മീറ്റിംഗ് വെച്ച്. വേണമെങ്കിൽ ഇത് ഉറങ്ങാൻ അറിഞ്ഞിട്ടില്ല, അപ്പോഴും അറിഞ്ഞില്ല. ചാക്കോച്ചനെ പോലത്തെ ചെറിയൊരു പ്രശ്നം പുള്ളിക്കുണ്ട്. ചാക്കോച്ചൻ ഉച്ചക്ക് ഉറങ്ങുമല്ലോ. ഉറങ്ങുന്ന കുറെ പേരില്ലേ? ഇല്ല, പക്ഷെ സെറ്റില് ഞങ്ങളുടെ ഓക്കെ ഓക്കെ, അങ്ങനെ ആരാണ് സീക്രട്ട് ഗോസിപ്പ് സെന്റർ? അയ്യോ, അത് ഞങ്ങളുടെ ഇല്ല. ഇല്ല. എല്ലാം മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രേറ്റ് പറയുന്ന ആളുകളാണ്. ജോസഫിന്റെ ആവശ്യമില്ല. ഭാഗം ഞങ്ങളൊന്ന് സന്തോഷിച്ചിരിക്കാൻ വേണ്ടിയുള്ള പറയത്തില്ലല്ലോ. അവരിച്ചുകൊണ്ടേ തമാശ പറയുള്ളൂ. അപ്പൊ പിന്നെ ഗോസിപ്പ് ആരെങ്കിലും അവനെ പറ്റി പറയും. അടുത്തത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ റിപ്ലൈ തരാത്ത ആൾ ആരാണ്? ഗ്രൂപ്പ് ഇല്ലല്ലോ നമുക്ക്. ഷാജി പാപ്പിന്റെ ഗ്രൂപ്പ് ഇല്ല? ഞാൻ വീഴുമ്പോ അവൻ വിളിക്കും, ഇവൻ വിളിക്കും. അതുകൊണ്ട് പിന്നെ ഗ്രൂപ്പിന്റെ ആവശ്യമൊന്നുമില്ല. വിളിക്കും എല്ലാവരും. ഇൻസ്റ്റ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളാരാണ് ഈ കൂട്ടത്തില്? ധർമ്മേട്ടന്റെ പേര് പറയാം. ധർമ്മേട്ടന്റെ പേര് പറയാം. ഞങ്ങൾ നിർബന്ധിപ്പിച്ചാണ് ഓരോ കാര്യങ്ങൾ. ഇൻസ്റ്റ ആരാന്ന് വെച്ചാ പുള്ളി വെച്ച് ഇൻസ്റ്റാ വെച്ചപ്പോ ഏതോ ഗേൾഫ്രണ്ടിന്റെ പേരാന്ന് വെച്ചിട്ടുണ്ടാവും. അല്ല, ഓക്കെ. ഈ ടീമിലെ സീക്രട്ട് സിംഗർ, പാട്ടുകാരൻ എല്ലാരും പാടുന്നവരാ. എല്ലാരും പാടും. എല്ലാരും പാടും. ആ, നെൽസന്റെ പള്ളിയിലെ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞോ നെൽസന്റെ പറഞ്ഞോ? എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല. ഒരു 1.5 മിനിറ്റ് ചിരിച്ചു, പക്ഷെ എന്താ പറഞ്ഞെന്ന് പോലും കേട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ ഇവിടെ ഒന്നും ഞങ്ങൾ വേറെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നോണ്ട് ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചു. എനിക്ക് ഈ ചെവിയില് ഇവിടെ വിനായകനോട് ആരും ചോദിക്കാത്ത ചോദ്യമാണ് ഇപ്പൊ ഈ പുള്ളിക്കാരത്തി ചോദിച്ചത്. പാട്ട് പാടുമോ? ഞാൻ ഇവിടെ പാട്ട് പാടുമോന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ എന്തൊക്കെയോ നടന്നു. പാട്ട് പാടില്ല. ഓക്കെ, അത് എന്നോട് പറഞ്ഞല്ലോ. ആരാണ് 5 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞ് 30 മിനിറ്റ് എടുക്കുന്നത്? പേഴ്സണലി ആരായിരിക്കും? പോസ്റ്ററിന്റെ ഭാഗം തന്നെ ആയിരിക്കും. ഷൂട്ടിനല്ല, പേഴ്സണലി ആട്ടോ പറഞ്ഞത്. അവൻ പോസ്റ്റിന്റെ ആളാ. നമ്മളെ പോസ്റ്റ് ചെയ്യിക്കോ. കണ്ണനും വലിയ അല്ല, കണ്ണൻ നേരത്തെ വരും. കണ്ണൻ നേരത്തെ വരും. ഇപ്പൊ ഷൂട്ടിങ്ങിന്റെ സമയത്തോ എല്ലാരും ഓൺ ടൈം. എല്ലാരും ഓൺ ടൈം. പറയണ്ട, എല്ലാരും നേരത്തെ കൂടെ വരുന്ന സന്തോഷിക്കണേ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ. ആരാണ് റോങ് പ്ലേസിൽ ലൗഡ് ആയി ലാഫ് ചെയ്യുന്നത്? എല്ലാവരും റോങ് പ്ലേസിൽ ലൗഡ് ആയിട്ട് ലാഫ് ചെയ്യുന്നത്. റോങ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ. റോങ് പ്ലേസ് എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല. റോങ് പ്ലേസ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനനുസരിച്ച്. റോങ് പ്ലേസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? മരിച്ച വീട്ടിലാണോ, പോലീസ് സ്റ്റേഷനിലാണോ, മരിച്ച വീട്ടിലാണോ? സീരിയസ് മീറ്റിംഗ് ഒക്കെ നടക്കും. സീരിയസ് മീറ്റിംഗിൽ ഒരു അപ്പൊ പിന്നെ അതിനനുസരിച്ചുള്ള മൂഡിലായിരിക്കുമല്ലോ നമ്മള്. ആവശ്യമില്ലാതെ സഹായിക്കണ്ട. താങ്ക് യു ഉണ്ണി. ഞാൻ സഹായിച്ചിട്ടില്ല. നമുക്ക് കാശ് മുടക്കി പടം ചെയ്യാൻ തമാശയാണോ? അല്ലല്ലോ. പിന്നെ അതൊക്കെ പോയി കൊക്കക്കാന്ന് പറഞ്ഞ് ചിരിക്കാൻ പറ്റുമോ നിങ്ങളെ പോലെ? ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ആട് 3 പറ്റി ഒരു 3 വാക്കിൽ പറ. ഷാജി പാപ്പൻ തന്നെ പറഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ആട് 3 3 വാക്കിൽ. ഒന്നുമില്ല, സൂപ്പർ ഹിറ്റ് ആവട്ടെ. ആട് 3 1 2 3 അതെ അല്ലേ? ഒരു 3 വാക്കിൽ പറഞ്ഞിട്ട് 1 2 3 ആട് 3 ആണ് ഈ വരാൻ പോകുന്നത്. കാണുക എല്ലാവരും. പ്രേക്ഷകരെ ഒന്ന് എക്സൈറ്റിംഗ് ആക്കി ഒന്നും കൂടെ ഒരു 3 വേർഡ്സ്. പിന്നെ ട്രെയിലർ കണ്ടില്ലേ? ട്രെയിലർ അതാണ് 1 2 3 തേർഡാണ് ഈ വന്നത് ആട്. ഓക്കെ, അപ്പൊ 1 2 3 എല്ലാവരും കാണണം. എല്ലാവരും കാണണം. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഷാജി പാപ്പൻ പറഞ്ഞോളൂ
ഞങ്ങൾ എല്ലാവരും അതെ എല്ലാരോടും ഓക്കെ. എല്ലാവരും നമുക്ക് excited ആണ്. എല്ലാവർക്കും കൂടെ March 19th ഒരുമിച്ച് പറയാം അല്ലെ. അപ്പം ആട് 3 ഷാജി പാപ്പനും പിള്ളാരും നമുക്ക് മുന്നിൽ എത്തുകയാണ് March 19th. അപ്പൊ എല്ലാരും പോയി കാണുക. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രിവൺ. താങ്ക് യു സോ മച്ച്.